പ്രോപ്പറായിട്ട് എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ് നിയമങ്ങൾ ഉണ്ടാവുമല്ലോ, ആ നിയമങ്ങൾ അനുസരിച്ചിട്ട് തന്നെയാണോ ആ കമ്പനി നിലനിന്ന് പോണത്. അപ്പോൾ അങ്ങനെ നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ട് പോണ കമ്പനീസിനായിരിക്കും ഷെയർ ഹോൾഡേഴ്സൊക്കെ തിരഞ്ഞെടുക്കുള്ളൂ ആ കമ്പനിയെ, നല്ല കമ്പനിയാണെന്നുള്ളതൊക്കെ രീതിയിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരു കമ്പനി അത് ഫോളോ ചെയ്യണം, അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ ആ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് പോകുന്നുണ്ടോ, ആ സിസ്റ്റംസൊക്കെ പ്രോപ്പറാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, സെക്രട്ടേറിയൽ ഓഡിറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യണത്. ഇനി സെക്രട്ടേറിയൽ ഓഡിറ്റ് എല്ലാ കമ്പനികൾക്കും അപ്ലിക്കബിൾ ആണോ? എല്ലാ ലിസ്റ്റഡ് കമ്പനികൾക്കും അപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് പബ്ലിക് കമ്പനി, ആ പബ്ലിക് കമ്പനിക്ക് പെയ്ഡപ്പ് ക്യാപിറ്റൽ 50 കോടിയുടെ മുകളിലുണ്ടെങ്കിൽ ആ കമ്പനിക്കും അപ്ലിക്കബിൾ ആണ്. ആ 50 കോടി പെയ്ഡപ്പ് ക്യാപിറ്റൽ മാത്രമല്ല, ടേൺ ഓവർ 250 crore മുകളിലും വരണം. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കേസ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു കമ്പനി അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ബോറോയിങ്സ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്ക് അല്ലാത്ത മറ്റ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒക്കെ ഉണ്ടെങ്കിൽ ലോൺസ് ബോറോയിങ്സ് ഒക്കെ 100 കോടിയുടെ മുകളിലുണ്ടെങ്കിൽ ആ കമ്പനികൾക്കും എന്താണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് അപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. ഇനി ഈ സെക്രട്ടേറിയൽ ഓഡിറ്റ് ഇപ്പോൾ നടത്തുന്നത് ആരാണെന്ന് വെച്ചാൽ, കണ്ടക്ട് ചെയ്യാന്ന് വെച്ചിട്ടുള്ളത് കമ്പനി സെക്രട്ടറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, എന്ന് വെച്ചാൽ കമ്പനി സെക്രട്ടറീസ്, ഇന്ത്യയിലുള്ള കമ്പനി സെക്രട്ടറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെമ്പറായിട്ടുള്ള മെമ്പറായിട്ടുള്ള അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കമ്പനി സെക്രട്ടറിക്കാണ് എന്ത് പറയുന്നത്, ഈ സെക്രട്ടേറിയൽ ഓഡിറ്റ്, ഒരു കമ്പനിയുടെ സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുക. അഥവാ കമ്പനി സെക്രട്ടറിക്കാണ് എന്തെന്ന് പറയുന്നത്, ഈ സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുക. ഈ കമ്പനി സെക്രട്ടറി അത് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി അത് ഏത് ഫോമിൽ, ഫോം MR3 എന്ത് ഈ സെക്രട്ടേറിയൽ ഓഡിറ്റ് സബ്മിറ്റ് ചെയ്യുക. ഇനി ഇപ്പോൾ ഒരു കമ്പനി സെക്രട്ടേറിയൽ ഓഡിറ്റിനെ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഡ്യൂട്ടിയാണ് എന്ന് പറയുന്നത് ആ ഓഡിറ്റർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും, ആ ഓഡിറ്റ് നടത്താനുള്ള സെക്രട്ടേറിയൽ ഓഡിറ്റ് നടത്താനുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുക എന്നുള്ളത് ആ കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരു ഡ്യൂട്ടിയാണ്. ഇനിയിപ്പോൾ ആ കമ്പനിയോ അല്ലെങ്കിൽ ഓഫീസറോ, ആ കമ്പനിയുടെ ഓഫീസറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനി സെക്രട്ടറിയോ ഈ പറഞ്ഞ കമ്പനി സെക്രട്ടേറിയൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊവിഷൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ, കോൺട്രവൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 2 lakh വരെ എന്ത് വരും, പെനാൽറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇനി അടുത്തതാണ് പറയുന്നത് ഈ ഒരു സെക്രട്ടേറിയൽ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യണ കേസ്. സെക്രട്ടേറിയൽ ഓഡിറ്റർ അപ്പോയിൻ്റ് ചെയ്യുന്നത് ബോർഡ് മീറ്റിംഗ് ത്രൂ ആണ് അപ്പോയിൻ്റ് ചെയ്യണത്. ഇനി അങ്ങനെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ സെക്രട്ടറി ഓഡിറ്റർക്ക് ഒരു ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഈ സെക്രട്ടറി ഓഡിറ്റർ എന്ത് ചെയ്യണം, ആ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ പറഞ്ഞ കമ്പനി സെക്രട്ടറിയൽ ഓഡിറ്ററിൽ വില എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യണം, ദ കമ്പനി ഷാൾ റിപ്പോർട്ട് എനി ചേഞ്ച് ഇൻ ദ സെക്രട്ടറിയൽ ഓഡിറ്റർ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ ടു ദി മെമ്പേഴ്സ് ത്രൂ ദ ബോർഡ് റിപ്പോർട്ട്. ബോർഡ് റിപ്പോർട്ട് ത്രൂ എന്ത് ചെയ്യണം, മെമ്പേഴ്സിന് റിപ്പോർട്ട് അയക്കണം എന്നാണ് പറയുന്നത്. ആ ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ സെക്രട്ടറി ഓഡിറ്റർ അപ്പോയിൻ്റ് ചെയ്ത ഫിനാൻഷ്യൽ ഇയറിൽ മെമ്പേഴ്സിന് എന്ത് ചെയ്യണം, ബോർഡ് റിപ്പോർട്ട് ത്രൂ റിപ്പോർട്ട് അയച്ചിട്ടാണ് ആ സെക്രട്ടറി ഓഡിറ്ററിൽ എന്തെങ്കിലും ചേഞ്ച് സെക്രട്ടറി ഓഡിറ്ററിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തതാണ്, ഇനിയിപ്പോൾ ആ ഓഡിറ്റ് സെക്രട്ടറി ഓഡിറ്റർ ചെയ്ത റിപ്പോർട്ടിൽ എന്തെങ്കിലും റിമാർക്സോ എന്തെങ്കിലും കമൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ എന്ത് ചെയ്യും, വായിക്കുന്ന പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻസും കമൻസും ആ AGM അഥവാ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടറി ഓഡിറ്റർ അപ്പോയിൻ്റ് ചെയ്യുന്നത് ബോർഡ് മീറ്റിങ്ങിലാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻ്റ് ചെയ്യും. എന്നിട്ട് അത് അവർക്കൊരു ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് കൊടുക്കും. ആ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് എന്ത് ചെയ്യും, സെക്രട്ടറി ഓഡിറ്റർ ആക്സെപ്റ്റ് ചെയ്യും. ഇനി ആ സെക്രട്ടറി ഓഡിറ്ററിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി എന്ത് ചെയ്യും, മെമ്പേഴ്സിന് ബോർഡ് റിപ്പോർട്ട് ത്രൂ റിപ്പോർട്ട് അയക്കും. അത് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ആ സെക്രട്ടറി ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്ത് ഓഡിറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിമാർക്സ് കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ അത് വായിക്കുകയും ചെയ്യും. അതിൻ്റെ ഒപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കമൻസും എക്സ്പ്ലനേഷൻസും ഉണ്ടായിരിക്കും.